2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലൊരു വഴിത്തിരിവായിട്ട് മാറുകയാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ BJP അല്ലെങ്കിൽ NDA വളരെ നാമമാത്രമായൊരു സാന്നിധ്യം മാത്രമായിരുന്നു. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനോടുകൂടി BJP ശക്തമായി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അങ്ങ് എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? വളരെ ശരിയാണ്. കാരണം രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു വഴിത്തിരിവായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. സാറിൻ്റെ നിരീക്ഷണം 100% ശരിയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP NDA അവരുടെ സാന്നിധ്യം ശക്തമായി പ്രകടമായി കഴിഞ്ഞു. BJPയുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനവും ആരെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യം UDFനെയാണ് സ്വാഭാവികമായി ബാധിക്കുക. എക്കാലവും അങ്ങനെയാണ്. ഒരു 75 വോട്ട് UDFന് നഷ്ടപ്പെടുമ്പോൾ 25 വോട്ട് മാത്രമേ LDFന് നഷ്ടപ്പെടൂ. പക്ഷേ എൻ്റെ ഒരു വ്യക്തിഗതമായിട്ടുള്ള വിലയിരുത്തൽ, UDFിൽ നിന്ന് BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന വോട്ടിംഗ് പാറ്റേൺ ഓൾറെഡി പോയി കഴിഞ്ഞു. അതതിൻ്റെ സാമൂഹ്യ ഘടകങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒഴുക്ക് LDFിൽ നിന്നാണ്. അതാണ് CPMനും LDFനും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ കനത്ത പരാജയമുണ്ടാകാനിടയായ സാഹചര്യം. CPM വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകുന്നു. ആ വോട്ട് ബാങ്കിലുണ്ടാകുന്ന ചോർച്ച BJPയിലേക്കാണ് ഒഴുകുന്നു എന്നുള്ളത് കൊണ്ടാണ് പല സ്ഥലത്തും തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ UDFന് കഴിഞ്ഞത്. ഞാനിത് പറയുമ്പോൾ തന്നെ പല സ്ഥലത്തും LDFനെയും UDFനെയും പിന്നിലാക്കിക്കൊണ്ട് BJP വന്നിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക, ഒരു ഉത്കണ്ഠ പൊതുവേ BJP അല്ലെങ്കിൽ ഒരു മൂന്നാം മുന്നണി പിടിക്കുന്ന വോട്ട് UDFൻ്റേതായിരിക്കും. അതുകൊണ്ട് LDFന് നിഷ്പ്രയാസം അനായാസകരമായ വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളൊരു പഴയകാല കാഴ്ചപ്പാടിന് ഘടനാപരമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കേരളത്തിൽ. അത് സ്ഥിരീകരിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും BJP സാന്നിധ്യം പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ തിളക്കമാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങയുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. കാരണം ട്രിവാൻഡ്രം നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP 50 സീറ്റ് നേടിയപ്പോൾ പരാജയം വന്നത് LDFനാണ്. UDF അവരുടെ നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല, നിർഭാഗ്യവശാൽ കേരള സമൂഹം വർഗീയമായിട്ട് കമ്മ്യൂണലായിട്ട് പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ പോളറൈസ് ചെയ്യപ്പെട്ട ഈ സമൂഹത്തിൽ ചെറിയ വിഷയങ്ങൾ പോലും വളരെ സെൻസിറ്റീവായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴേ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഉണ്ടാക്കിയ ഈ കൂട്ടുകെട്ട് ഭൂരിപക്ഷ സമുദായത്തിന് ആശങ്ക ഉണ്ടാകാൻ സാധ്യതയില്ലേ? അത് തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കില്ലേ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു ചോദ്യം. ഈ കാര്യത്തിൽ കേരള സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണം അപകടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. എന്തിനേയും ഏതിനേയും സാമുദായിക പരിപ്രേക്ഷ്യം നൽകി ചിത്രീകരിക്കുക, അതിനെ വർഗീയതയുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുക എന്ന നിലയിലേക്ക് കേരളം മാറുന്നു എന്നുള്ളത് കേരളം ഇന്നലകളിൽ പുലർത്തിപ്പോകുന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിന് തന്നെ ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്നു. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമി UDFൻ്റെ ഒരു ഘടകകക്ഷിയോ അല്ലെങ്കിൽ ഒരു അസോസിയേറ്റഡ് പാർട്ണർ പോലുമല്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്ന ഒരു കക്ഷി എന്ന നിലയിൽ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നു. അത് ഞങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അതൊരിക്കലും ഒരു വർഗീയ ധ്രുവീകരണത്തിന് വഴിതെളിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള നിരവധി വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഒരു വിഭാഗം ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു CPMൻ്റെ അണികൾ തന്നെ മാറി വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ രാഷ്ട്രീയം മറന്ന് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബദൽ മുന്നണിയായി, ഒരു ബദൽ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ സാധ്യത കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതൃത്വത്തിലാണ് എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജയിക്കാൻ സാധ്യതയുള്ള മുന്നണിയെ കൂടുതൽ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ വോട്ട് നൽകി വിജയിപ്പിക്കുക എന്നൊരു നിലപാട് തീർച്ചയായും സമ്മതിദായകരുടെ ഇടയിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള വിജയം തന്നെ UDFന് കൈവരിക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന പിന്തുണ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിനോ അല്ലെങ്കിൽ UDFന് കോട്ടം തട്ടുന്നതോ ആയിട്ടുള്ള ഒരു സംഭവവികാസവും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. സർ, ഇവിടെ 2-3 പ്രശ്നങ്ങളുള്ളത്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനോട് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിന് മുമ്പ് നടന്ന ഒരു സംഭവം എനിക്ക് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, 2016 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 5ാമതൊരു മന്ത്രി വന്നപ്പോൾ ആര്യാടൻ മുഹമ്മദിനെ പോലെ വളരെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയക്കാരനാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടി ഒരുപക്ഷെ കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയേക്കാം. അപ്പോൾ 5ാമതൊരു മന്ത്രി വന്നപ്പോഴുണ്ടായ ഒരു റിയാക്ഷൻ, ജനങ്ങളുടെ ഒരു റിയാക്ഷൻ 2016 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന വസ്തുത നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ജമാഅത്തെ ഇസ്ലാമി വരുന്നു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന് UDF നേതാക്കന്മാർ ആവർത്തിച്ച് പറയുമ്പോഴും UDFനെ നെഗേഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന വോട്ടാണ്. ഇപ്പം UDFനെ ജനങ്ങൾ പോസിറ്റീവായിട്ട് കാണുകയല്ല, മറിച്ച് ഒരു ആൻറ്റി ഇൻകംബൻസി ഒരു തരംഗം പോലെ കേരളത്തിലുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു തരംഗം ആഞ്ഞടിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനെ പോലും അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ UDFന് വോട്ട് ചെയ്താൽ അതൊരു പോസിറ്റീവ് വോട്ടിംഗ് പാറ്റേൺ ആയിട്ട് വരുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഞങ്ങളുടെ ജാഥ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്രയിലെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റി തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ള നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട്. ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ UDFൻ്റെ തിരിച്ചുവരവിന് ഏറെ സഹായകരമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ഘടകം തന്നെയാണ്. പക്ഷേ അവിടെ സാർ സൂചിപ്പിച്ച വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം, ഒരു പോസിറ്റീവ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നുണ്ട്. തകർന്നടിഞ്ഞ കേരളത്തെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ നാടിൻ്റെ നട്ടെല്ലായിട്ടുള്ള സമ്പദ്ഘടന തകർത്തെറിഞ്ഞത്, ആ സമ്പദ്ഘടനയുടെ പുനരുജ്ജീവനം ഉൾപ്പെടെ കേരളത്തിൻ്റെ വികസനവും ക്ഷേമവും വിദ്യാഭ്യാസവും ആരോഗ്യ മേഖല അടക്കമുള്ള കാര്യങ്ങളിൽ UDF അധികാരത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് കൂടി കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. അതിന് വലിയ സ്വീകാര്യത കിട്ടിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സാധാരണഗതിയിൽ ഒരു നെഗറ്റീവ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തി അധികാരത്തിൽ വരിക എന്നതിനപ്പുറത്തേക്ക് UDF വന്നാൽ അല്ലെങ്കിൽ വരുമ്പോൾ എന്തായിരിക്കും ഞങ്ങളുടെ സമീപനം ഓരോ കാര്യത്തിലും ഓരോ മേഖലയിലും എന്നതിനെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻ്റ് ഞങ്ങൾ സെപ്പറേറ്റായി തന്നെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് തൃശ്ശൂരിൽ പ്രകാശനം ചെയ്തു. അതിനു മുമ്പ് UDF മുന്നോട്ട് വെച്ച് ഏതാണ്ട് 600ഓളം ഡോക്ടർമാർ പങ്കെടുത്ത് ആരോഗ്യരംഗത്തെ വിദഗ്ധരുമായിട്ടുള്ള വിശദമായ ചർച്ചകൾക്ക് ശേഷം തയ്യാറാക്കിയ ഹെൽത്ത് കോൺക്ലേവ് സംഘടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ഇങ്ങനെ ഓരോ മേഖലയിലും എന്തിനേറെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ തൊഴിലവസരങ്ങളും സംരംഭങ്ങളും സൃഷ്ടിക്കുന്നതടക്കം വ്യക്തമായ ക്രിയാത്മകമായ കർമ്മപരിപാടികൾ കൂടി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് UDF സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട്, സമീപനം സ്വീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ പുതുയുഗ യാത്രയിൽ ലഭിച്ച ഒരു ആവേശകരമായ വരവേൽപ്പും പൊതു സ്വീകാര്യതയുടെയും പ്രധാനപ്പെട്ട ഘടകം ഐക്യജനാധിപത്യ മുന്നണി സമീപകാല രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും അതുപോലെ മാറുന്ന കേരളത്തിന് അനുരോധമായി സംസ്ഥാന ഭരണത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടിൻ്റെയും ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി UDFന് നൽകുന്ന പിന്തുണ അത് സ്വീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു തരത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു നെഗറ്റീവ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഈ രണ്ട് ഘടകങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ
UDFിൻ്റെ ജയത്തിന് നിർണായകമായ സംഭാവന നൽകും എന്ന് തന്നെയാണ് UDFിൻ്റെ ആത്മവിശ്വാസം. സർ, അങ്ങ് പറഞ്ഞ അഭിപ്രായത്തോടെ 100% എനിക്ക് യോജിപ്പാണുള്ളത്. ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുതുയുഗ യാത്ര LDFിൻ്റെ യാത്രയേക്കാൾ കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്, ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്, ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയും കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴേ അത് VD സതീശൻ നയിക്കുന്നൊരു യാത്രയാണ്. ഇവിടെ നമ്മൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ VD സതീശൻ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചു. PV അൻവറിനെ എന്ത് വില കൊടുത്തും UDFിൽ നിലനിർത്തേണ്ട കാര്യമില്ല എന്ന്. ഒരുപാട് ആശങ്കയും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും സതീശൻ്റെ നിലപാടിന് കിട്ടിയ സ്വീകാര്യതയാണ് നിലമ്പൂരെ ജനങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി വിധി എഴുതിയത്. ധീരമായൊരു നിലപാടാണ് സതീശൻ സ്വീകരിച്ചത്. അടുത്ത സമയത്തായിട്ട് വർഗീയതയ്ക്കെതിരെയും അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അത് എത്രമാത്രം ഫലപ്രദമായിട്ട് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയും എന്ന് എനിക്ക് ആശങ്കയുണ്ട്. അതവിടെ നിൽക്കട്ടെ. കേരളത്തിൽ മിക്കവാറും എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും, അതായത് TK രാമകൃഷ്ണൻ ഒഴിച്ചുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ ഈ ജാഥ നയിക്കുന്ന VD സതീശൻ, ഇത്രയുമാത്രം ജനവികാരം ഉണർത്തി വിടാൻ കഴിയുന്ന VD സതീശനെ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൂടാ? പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാവുന്ന ഒരു കാര്യവുമാണ് മുഖ്യമന്ത്രി പദവി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ മടിക്കുന്നത് എന്നുള്ളത് ഒരു വോട്ടർ എന്നുള്ള നിലയിൽ, ഒരു സമ്മതിദായകൻ എന്നുള്ള നിലയിൽ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അന്ന് ഇതുപോലെ തന്നെ ജാഥ നടത്തിയപ്പോഴും രമേശ് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രിയായി UDF ചൂണ്ടിക്കാണിച്ചിട്ടില്ല, കോൺഗ്രസ് ഉയർത്തി കാണിച്ചിരുന്നില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവായി TK രാമകൃഷ്ണൻ മാത്രമല്ല, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സമാന സ്വഭാവത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി വരാൻ യോഗ്യതയുള്ള നിരവധി പേരുണ്ട്. ഇവരെല്ലാവരും കോമ്പീറ്റൻ്റാണ്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള നിരവധി നേതാക്കളുള്ള സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരാളെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ ഗുണകരമാകില്ല എന്ന കോൺഗ്രസിൻ്റെ പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയെ കണ്ടെത്തും എന്ന നിലപാട് സ്വീകരിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ്. മുഖ്യമന്ത്രി അല്ലല്ലോ, UDF ആണ് ഈ നയങ്ങളും നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അതുപോലെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലായാലും ഒക്കെ തന്നെ അത് പ്രഖ്യാപിക്കുന്നതും പറയുന്നതും UDF എന്ന നിലയിൽ UDFിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുകളുണ്ട്. അതൊക്കെ സമ്മതിക്കുമ്പോൾ തന്നെ ആ നിലപാടുകളും പ്രഖ്യാപനങ്ങളും ഒക്കെ കോൺഗ്രസിൻ്റേതാണ്, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFിൻ്റേതാണ്. ഞങ്ങളൊരു ടീം UDF എന്ന നിലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തർക്ക വിതർക്കങ്ങളില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വൈജാത്യങ്ങളില്ല. വളരെ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂട്ടായ്മയോടും കൂടിയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF ശക്തമായ നിലയിൽ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ പ്രതിഫലനം ഈ പുതുയുഗ യാത്രയിൽ നല്ലതുപോലെ കാണാൻ കഴിയും. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, മുൻപ് ഒരിക്കലും ഇല്ലാത്ത ഒരു യോജിപ്പ്, ഒരുമ. ശരിയാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങളും പലതരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ വളരെ സൗഹൃദാന്തരീക്ഷത്തിൽ സാഹോദര്യ മനോഭാവത്തോടെ ഒറ്റ അജണ്ടയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, 10 വർഷക്കാലം പിന്നിടുന്ന കേരളത്തിൻ്റെ സർവ്വ നന്മകളെയും തകർത്തെറിഞ്ഞ ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒരു പുതുയുഗ പിറവിക്ക് പര്യാപ്തമായ നിലയിൽ, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ കേരളത്തെ കെട്ടിപ്പടുക്കാൻ പര്യാപ്തമായ ഒരു പുതിയ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരണം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് അപ്രസക്തമാകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കേവലം നെഗറ്റീവ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അല്ല, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വരിക എന്നുള്ളതല്ല. മറിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു നിലപാടും നയവും പരിപാടിയും ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവിടെ ഈ തർക്ക വിതർക്കങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാതെ വരും. ഇപ്പോൾ തർക്ക വിതർക്കങ്ങൾ ഇല്ലാതെയാണ് സൗഹൃദത്തോടെ, സാഹോദര്യത്തോടുകൂടി, പരസ്പര വിശ്വാസത്തോടുകൂടി കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.